ഇതിന്റെ മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഡെഫിനറ്റ്ലി ENT കൺസൾട്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ENT കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ENT ഡോക്ടർ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, അത് സർജിക്കൽ ആണെങ്കിലും അതല്ല കൺവെൻഷണൽ രീതിയിലാണെങ്കിലും അതിന്റെ ചികിത്സകൾ എന്താണെന്നുള്ളത് ഡോക്ടർ പറഞ്ഞു തരുന്നതായിരിക്കും. ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇതിന് വേണ്ടത്. അതായത് ENT കൺസൾട്ടേഷൻ കഴിഞ്ഞ് അതോടെ തീർന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ കുട്ടിയുടെ ഡെന്റൽ പ്രോബ്ലംസ് അഡ്രസ് ആവുന്നില്ല. ഈ മുഖം നീണ്ടിരിക്കുന്ന മുഖം അതേപോലെയുള്ള ബുദ്ധിമുട്ടുകൾ അതും അഡ്രസ് ആവുന്നില്ല. സോ അതിന്റെ ഒപ്പം ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി ആ കുട്ടിക്ക് വേണ്ട പരിചരണം ആ രീതിയിൽ കൊടുക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ മിക്കവാറും പല്ലിൽ കമ്പിയിടുന്ന ഡോക്ടറും അതേപോലെ കുട്ടികൾക്കുള്ള ഡോക്ടേഴ്സ്, ഡെന്റൽ ഡോക്ടേഴ്സ്, പീഡിയാട്രിക് ഡെന്റിസ്റ്റ്, ഇവരുടെ 3 പേരുടെയും ഒരു കൂട്ടായ്മയിലാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഇത് കുറച്ച് കാലതാമസം എടുക്കേണ്ട ചികിത്സയാണ്. ഇപ്പോൾ ഓർത്തഡോണ്ടിസ്റ്റിന്റെ ഒരു സഹായം, അതായത് പല്ലിൽ കമ്പിയിടുന്ന ചികിത്സ ചെയ്യുന്ന ഡോക്ടർ ഈ നേരത്തെ പറഞ്ഞ ഡെന്റൽ പ്രോബ്ലംസ് അതിനെല്ലാം ഉള്ള ചികിത്സകൾ കൊടുക്കുകയും അതേപോലെ പീഡിയാട്രിക് ഡെന്റിസ്റ്റ് ആണെങ്കിൽ ഈ കുട്ടിയുടെ എല്ലിന്റെയും അതേപോലെ പേശികളുടെയും വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അനുയോജ്യമായ മയോ ഫങ്ഷണൽ തെറാപ്പീസ് കൊടുക്കുകയും ചെയ്യുന്നു. ഇനി ഇതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, ഈ അഡിനോയിഡ്സിന്റെ ഇഷ്യൂ ഉള്ള കുട്ടികൾ മൂക്ക് കൊണ്ട് ശ്വസിക്കുന്നതിന് പകരം വായ കൊണ്ടായിരിക്കും ശ്വസിക്കുന്നത്. അപ്പോൾ ഈ വായ കൊണ്ട് ശ്വസിക്കുന്നതിനെ നമ്മൾ മൂക്ക് കൊണ്ട് ശ്വസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും വേണം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അഡിനോയിഡിന്റെ പ്രശ്നം അത് അഡ്രസ് ആവുകയുള്ളൂ, പേഷ്യന്റിന് പൂർണ്ണമായ ഒരു ഹെൽത്തി ലിവിങ് സ്റ്റൈൽ ഉണ്ടാവുകയുള്ളൂ.